വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ. ഹലോ, എല്ലാവർക്കും പ്രഭാസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളോർക്കും എന്താ ഞാൻ പരിപാടി ഒരുങ്ങി ഇരിപ്പുണ്ടല്ലോ, കാർ കയറി എങ്ങോട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗായിട്ട് അപ്പം ഞാനോർത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരണ്ടേ, നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പം നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി അപ്പം ഞാൻ ഓർത്തു ഞാൻ പാട്ടൊന്നും പാടത്തില്ല കേട്ടോ. എൻ്റെ സംസാരിക്കുന്ന വെച്ച് തന്നെ കേട്ടാൽ അറിയാം ഞാൻ പാടുമോ ഇല്ലയോന്ന്. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് എൻ്റെ തൊട്ടയ്ക്കകത്ത് തവളയാണ്. എനിവേ, അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പം നമ്മൾ ഇന്ന് ഒരു വീട്ടിലോട്ട് അങ്ങ് പോവുക. നമ്മൾ ഒരു പാട്ടുകാരെ കണ്ടുപിടിച്ച്, എന്നിട്ട് ഞാൻ ചോദിച്ചു ഒരു പാട്ട് പാടി തരണേ, നമ്മുടെ പ്രഭാസ് ഹോമൻ കാണാം. ഓക്കെ, നമ്മുടെ ചേച്ചി നമ്മുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു അതിനെന്താ വീട്ടിലോട്ട് പോകാം. അപ്പം ചേച്ചി ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, നമുക്ക് ചേച്ചിയുടെ വീട്ടിൽ പോയി ബാക്കി വിശേഷങ്ങൾ പറയാം. കുറച്ചും പറഞ്ഞില്ലേ നമ്മൾ ഗ്ലെൻഫീൽഡിൽ ഒരു ഗായികയുടെ വീട്ടിൽ പോവാന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഗായിക. ചേച്ചിയുടെ പേര് ഷീബ ലിജോ. ഹലോ. അപ്പോൾ ചേച്ചി എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു ചേച്ചി എന്നൊക്കെ ഇളയ വന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കോഗ്രയിലാണ് വർക്ക് ചെയ്യുന്നു ഒരുമിച്ച്, സെൻറ്റ് ജോർജിൽ. അപ്പം ചേച്ചിയെ കണ്ടപ്പം വന്ന് ചേച്ചീനെ വിളിച്ച് ചേച്ചിയാട്ടോ. എനിക്ക് ഷുവറല്ല, എന്നാലും നമ്മളങ്ങ് ചേച്ചി ചേച്ചി ഇതങ്ങ് വിളിക്കുന്നത്. ചേച്ചി ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചേച്ചീനെ വിളിക്കുന്നു. ഓക്കെ, അപ്പം ചേച്ചി നാട്ടിലെവിടെയാണ്? നാട്ടിൽ എൻ്റെ വീട് കോരിത്തോട്, ഹസ്ബൻഡിന്റെ വീട് ഇപ്പൊ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചിക്ക് ഒരു മോളുണ്ട്. മോളുടെ പേര് ദിയ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചി താമസിക്കുന്നത് ഇവിടെ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പിള്ളേർ ഇവിടെ ഗ്ലെൻവുഡ് പബ്ലിക്കിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിൻ്റെ കുറച്ച് പുറകിലായിട്ടാണ് ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ ഒത്തിരി ദൂരമൊന്നുമില്ല, നടന്നു വരാനേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉച്ചയ്ക്കൊക്കെ സാരി കൊടുത്തൊക്കെ നമുക്ക് നടന്നു വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഡ്രൈവ് ഒക്കെ ചെയ്ത് വരുന്നത്. അല്ല, നെയ്ബേഴ്സാണ് ഞങ്ങൾ. ഇവിടെ ചേച്ചിയുടെ ഇവിടെ ഒരു ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഗ്ലെൻഫീൽഡിൽ പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ചേച്ചി ഇന്ന് എന്താ പറയുക, ചേച്ചിയുടെ ക്രിസ്മസ് ഒക്കെ ഇടുമ്പോഴേ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നു. ഞങ്ങൾ ഇന്നൊരു പാർട്ടിയുണ്ട്, 24-ാം തീയതി ഞങ്ങൾക്ക് പ്രോഗ്രാമുണ്ട്, 25-ാം തീയതി ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ചേച്ചി ഒരു പാർട്ടികളാണ് കേട്ടോ. ചേച്ചി സുന്ദരിയായിട്ടിരിക്കുന്ന. അയ്യോ. അപ്പം നമ്മുടെ ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഒരു 6 മാസമായിട്ട് പഠിക്കുന്നുണ്ട്. ഓൺലൈൻ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. എന്നെ നാട്ടിൽ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് ഒരു ടീച്ചർ. എന്നെ പിള്ളേരെ പഠിപ്പിക്കുമോ? പിന്നെ പഠിപ്പിക്കും. അങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ ആഗ്രഹം, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആരെയും പഠിപ്പിക്കും. ആണോ? അപ്പോൾ ഓൺലൈനിൽ ചേച്ചി എത്ര ദിവസം പഠിക്കും? എനിക്ക് ജോലി തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒന്ന് വെച്ചേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ 2 ദിവസം ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് നാളായി ഇപ്പം. ആദ്യം തൊട്ട് തുടങ്ങി? ആദ്യം തൊട്ട്, ബേസ് തൊട്ട്. കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ നേരത്തെ, അതുകൊണ്ട്. അപ്പോൾ ഓൺലൈൻ. അപ്പോൾ ടീച്ചർ വരും, ചേച്ചി റെഡി ആയിട്ടിരിക്കും, പഠിക്കും. നല്ല പാടാ, ഇച്ചിരി ഹാർഡ് വർക്ക് ഉണ്ട്, ഇച്ചിരി ഡെഡിക്കേഷൻ വേണം. പഠിപ്പിക്കുന്നതൊക്കെ അതേപടി പിന്നീട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കേൾപ്പിക്കണം. ടീച്ചർ നല്ല ടീച്ചറാണ്. എനിക്ക് ഒത്തിരി. നാട്ടിലാണ്, കളമശ്ശേരി ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, മ്യൂസിക് ടീച്ചർ. അപ്പം നമ്മുടെ ടീച്ചറിന് നന്ദി കേട്ടോ. ഞങ്ങളുടെ ചേച്ചി ഇങ്ങനെ പാട്ടൊക്കെ പഠിപ്പിച്ചു. ഇനി അടുത്ത ക്രിസ്മസിന് നന്നായിട്ട് പാടാം. അപ്പം ടീച്ചറിന് ഹായ്. അപ്പോൾ ചേച്ചി എന്താ പറയുക, ഇവിടെ ചർച്ചിലൊക്കെ ചേച്ചി പാടുന്നില്ല? ചർച്ചിൽ കൊയർ പാടാറുണ്ട്. വർഷങ്ങളായിട്ട് പാടുന്ന 5-6 വർഷം ആയി കൊയർ പാടാൻ തുടങ്ങി. അപ്പം ചേച്ചി ഞാൻ ഇങ്ങനെ പാട്ടുകാരിയെന്ന് ഞാൻ അറിയുന്നത്, കാരണം വെച്ചാൽ ഞങ്ങൾ ഒരു ചർച്ചിലല്ല പോകുന്നത്. അപ്പം ഞാൻ അറിയുന്ന ചേച്ചി ഫേസ്ബുക്കിലുണ്ട്. അപ്പം സ്മ്യൂളിനകത്ത് പാടും അല്ലേ? സ്മ്യൂളാണ് എൻ്റെ ഇഷ്ട സങ്കേതം പാടാൻ. കാരണം നമുക്കിഷ്ടമുള്ള പാട്ട് പാടാൻ നമ്മൾ ഫ്രീ ആണ്. അതിനകത്ത് ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള പാട്ടെടുത്ത് ആരുടെയും ഇൻവൈറ്റ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സോളോ പാടാം, എന്ത് വേണമെങ്കിലും. അപ്പം ചേച്ചി അങ്ങനെ ഞാൻ അറിഞ്ഞു കേട്ടോ ചേച്ചി പാട്ട് പഠിക്കുന്നുണ്ടെന്ന്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് പഠിക്കണം കേട്ടോ. എൻ്റെ ഈ കറകറ വോയിസ് മാറ്റി എന്തെങ്കിലും ഒന്ന് പാടാൻ. അങ്ങനെയൊന്നുമല്ല, വോയിസിലൊന്നും അല്ല കാര്യം. നമ്മൾ അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതിൽ മാത്രമാണ് കാര്യം. ഒരു 4-5 വർഷം കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതൊക്കെ അതിൻ്റെയൊക്കെ ടെക്നിക്കൊക്കെ പറഞ്ഞു തരും. ഞാൻ ടീച്ചറിൻ്റെ ഡീറ്റെയിൽ തരാം. അപ്പോൾ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനാണ് പാട്ട് പഠിക്കുന്നത്. അപ്പം നമ്മളപ്പോൾ അടുത്ത ന്യൂ ഇയറിന് ഞാനും ചേച്ചിയുടെ പിന്നെ കീന്ന് പാടും. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഈ ക്രിസ്മസിന് എനിക്ക് പാടാൻ പറ്റത്തില്ല, ചേച്ചിയുടെ സഹായം കൂടി തരും. അപ്പോൾ ചേച്ചി ഞാൻ ചേച്ചിയോട് പറഞ്ഞത് ഏതാണ് ചേച്ചിയോട് ഞാൻ പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ എന്നോട് പാടാൻ പറഞ്ഞു. അല്ല, കാവൽമാല. കാവൽമാലാക്കന്മാർ. അപ്പോൾ ചേച്ചി
ഇപ്പം ഞാൻ കാവൽമാലാഖം വരെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഓൺലൈനിൽ ഇപ്പോൾ അത് പാടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാനൊന്ന് മാറ്റി പിടിച്ച് വാതിൽ തുറക്കുന്ന കാലമേ. ചേച്ചിയുടെ ഇഷ്ടം, എനിക്ക് ഒരു ഒരു കുഴപ്പമില്ല. അപ്പം അതൊരു നല്ല പാട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അപ്പം പ്രഭ എന്നോട് എഗ്രി ആയതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ചേച്ചി പാടിത്തരാന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ കാര്യം. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു പാട്ടുകാരി ഒന്നുമല്ല, എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പാടുന്നതാണ്, അല്ലാതെ കഴിവുകൊണ്ടല്ല. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ചേച്ചി. ഓക്കെ, അപ്പം നമുക്ക് ചേച്ചിക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കണം. നമ്മുടെ ചേച്ചിക്കുട്ടി പാടാൻ റെഡിയായി. നമ്മുടെ ചേച്ചിക്കുട്ടി നമ്മളിങ്ങനെ പാടിക്കുക. ഇനി ഇരുത്തി ടെൻഷൻ എടുപ്പിക്കുന്ന പരിപാടി പ്രഭാസ് കോമൻ ഗാർഡൻ ഇല്ല. അതുപോലെ ഇനി കേട്ടോ, ഇനി പാടാൻ ആഗ്രഹമുള്ളവർ എന്നോട് പറഞ്ഞാൽ നമ്മൾ മയക്കുമായിട്ട് അങ്ങ് വരും. അപ്പോൾ ചേച്ചി തുടങ്ങിക്കോ. അപ്പം നമ്മുടെ ചേച്ചിയുടെ എന്താ പറയുന്നത് നല്ല സുന്ദരമായിട്ടുള്ള പാട്ട് കേൾക്കാം നമുക്ക്. താങ്ക് യു. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ, കണ്ണീരിലാഴുമ്പോൾ കൈനീതരേണമേ, കടലിനുമീതേ നടന്നവനേ. വാതിൽ തുറക്കൂ നീ കാലമേ, മരണസമയത്തിന്മേ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയേണമേ. മരണസമയത്തിൻ മേ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയേണമേ. തൃക്കൈകളാൽ എൻ്റെ ജീവനെടുത്തു നീ റൂഹാദ് കുരിശിൽ ചേർക്കേണമേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ. ഓക്കെ ചേച്ചി. അപ്പോൾ എപ്പോൾ പാട്ട് പാടണമെന്ന് തോന്നിയാലും പ്രഭാസ് കോമൻ ഗാർഡനെ വിളിക്കുക. ഇന്ന ഒക്കേഷൻ ഒന്നുമില്ല, ക്രിസ്മസിന് മാത്രമേ പ്രഭാസ് കോമൻ ഗാർഡനിൽ പാട്ട് പാടിപ്പിക്കൂ എന്നില്ല. എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് ഇല്ലായിരുന്നു ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ ഓടി വരുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി പാട്ട് പാടാൻ ചേച്ചിക്ക് അങ്ങനെ മടിയോ നാണോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ചേച്ചി നമുക്കറിയാം ആദ്യമായിട്ടൊക്കെ ഒരു അങ്ങനെ പാടാനൊക്കെ പറയുന്നല്ലോ, അപ്പോൾ കാഷ്വലായിട്ട് പാടുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അതൊക്കെ എൻ്റെ പ്രഭാസ് കോമൻ ഗാർഡനിലെ എല്ലാ വ്യൂവേഴ്സിനും മനസ്സിലാവും. അവരങ്ങനെയൊന്നും പറയത്തില്ല, എനിക്ക് അവരെ അറിയായിരുന്നു. ഓക്കെ, അപ്പോൾ ചേച്ചി ഇന്നിനി പാട്ടിക്ക് പോകണം അല്ലേ? ഇന്ന് വൈകിട്ടത്തെ 5 മണിക്ക്. കുഴപ്പമില്ല. ചേട്ടായി ഡ്യൂട്ടിയിലാണോ? ചേട്ടായിയെ കുറിച്ച് തന്നെ ഞാൻ വന്നിട്ട് ചേട്ടായി എന്ത് ചെയ്യുന്ന പോലും അന്വേഷിച്ചില്ല. നമുക്ക് ചേച്ചിയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം, അതാണ് നമ്മുടെ ഉദ്യമം. ഓക്കെ, അപ്പോൾ ചേട്ടായി പോരും? ചേട്ടായി 6 മണിയാകുമ്പോൾ വരും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇനി ചേച്ചിയുടെ ഇത് ചേച്ചിയൊക്കെ ന്യൂ ആയിട്ട് വാങ്ങിയ വീടാണ്. അപ്പം നമ്മൾ ഇത്രയും വന്നിട്ട് ചേച്ചിക്ക് ഒരു പൂളുണ്ട്. അപ്പം നമുക്ക് ഓസ്ട്രേലിയയിലെ പൂളും ഒന്ന് കണ്ടു കളയാം. അപ്പം നമ്മൾ ചേച്ചിയുടെ ബാക്കേടി വന്നു. ചേച്ചിയുടെ ബാക്കേടി വന്നപ്പോഴാണ് ഇവിടെ ഒരു പച്ച ഉടുപ്പിട്ട് ആരോ ഇരിക്കുന്നത്. ഇത് നമ്മുടെ പടവലത്തിൻ്റെ തൈയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും കാണിച്ചു തന്നിരിക്കുകയാണ്. ആർക്കെങ്കിലും പടവലങ്ങ ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിയുടെ വീട്ടിലോട്ട് ഒരു 2 മാസം കഴിഞ്ഞ് വന്നാൽ പടവലങ്ങ കിട്ടും. ഇത് ചേച്ചിയുടെ ബാക്കേഡാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ചേച്ചിക്ക് ഇത് ഇരുന്ന് പാടാൻ ഊഞ്ഞാൽ എന്നൊക്കെ എന്താ പറയുന്നത്, ചേച്ചിക്ക് എന്തെല്ലാം സജ്ജീകരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചേച്ചിക്കുട്ടിക്ക് ഇതേ ഇനി വെളിയിൽ നിന്ന് സാധകം ചെയ്ത് പാടണമെങ്കിൽ സ്വിമ്മിങ് പൂള് എന്താ ചെയ്ത് പാടുമോ?
പാചകം ചെയ്ത് പാടണം. ഇനിയിപ്പോൾ അടുത്ത അതൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം ഞാൻ പാട്ട് പഠിക്കോടെ സ്വാതന്ത്ര്യം ചെയ്യണ ചേച്ചി എടുത്തു ഒരു വർഷം കഴിഞ്ഞിട്ട് മതി. അപ്പോൾ സ്വാതന്ത്ര്യം ചെയ്യണ ചേച്ചിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഇറക്കും തന്നെ. സ്വിമ്മിംഗ് പൂൾ എല്ലാവരും വെൽക്കം. അപ്പോൾ ചേച്ചി ഇത് നമ്മുടെ ഓസ്ട്രേലിയയിലെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയയിലെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഇവിടെ സേഫ്റ്റി ഗൈഡ്ലൈൻസ് ഒക്കെ പാലിച്ച് വേണം ഇവിടെ സ്വിമ്മിംഗ് പൂളുള്ളവർ സ്വിമ്മിംഗ് പൂൾ കീപ്പ് ചെയ്യാൻ. ഇവിടെ നോക്കിയാൽ പൂൾ സേഫ്റ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കൊച്ചു 10ാം ക്ലാസ് പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ലോക്ക് വെക്കണം. അപ്പോൾ പിള്ളേർക്കൊന്നും, കുഞ്ഞു പിള്ളേർ, ഇപ്പോൾ എൻ്റെ പിള്ളേർ പോലുള്ള പിള്ളേർക്കൊന്നും അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സേഫ്റ്റി ഗൈഡ്ലൈൻസ് എല്ലാം പാലിച്ച് വേണം പൂൾ വയ്ക്കാൻ. ഇതിൻ്റെ ഹൈറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ചുറ്റിനുള്ള മതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയൊന്നും പിന്നെ ഗ്രില്ല്, അതായത് സ്ട്രോങ് ഗ്രില്ല് വെക്കണം. ചെറിയ വലയൊന്നും വെക്കാൻ പാടില്ല. കാരണം പിള്ളേരൊക്കെ എടുത്ത് വന്ന് ചാടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവരതൊന്നും സമ്മതിക്കത്തില്ല. കൗൺസിലിൽ റെഗുലർ ഇൻസ്പെക്ഷൻ ഉണ്ട്. അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്കിത് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. നല്ല കണ്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടോ. അവിടെ ആ ഭാഗത്തേക്ക് നല്ല ആഴമുണ്ട്. അവിടെ നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെ അധികം പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നല്ല പിള്ളേർ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. നമ്മളിനി ഒരു അരയന്നത്തിനെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അരയണോ? ഫ്ലോട്ടിങ് അരയണത്തിനെ മേടിക്കാൻ പോകുന്നു. ഓക്കെ, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ബാക്കിയടൊക്കെ അവർ, ഞാൻ പറഞ്ഞില്ലേ വീട് വാങ്ങിച്ചിട്ട് അധികം ആയിട്ടില്ല. ചേച്ചിയുടെ ബാക്കിയടൊക്കെ എന്താണ് ഇത്? നമ്മുടെ നാട്ടിൽ ഏതാ ചേച്ചി ഈ ചെടി? ഇത് ഞങ്ങളൊക്കെ പാരിജാതം എന്ന് പറയും. പാരിജാതം. പാരിജാതം ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഞാൻ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. നല്ല ഇന്റർനെറ്റ് ഉണ്ട്, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇവിടെ അടിപൊളി. അപ്പോൾ ചേച്ചിയുടെ ഏതായാലും വീട്ടിൽ വന്നല്ലോ, ചേച്ചിയുടെ ഗാർഡനും കണ്ടിട്ട് പോകത്തെ. ചേച്ചിക്ക് ഇതേ മാതള നാരങ്ങയുണ്ട്, അതാണ് ചേച്ചി കാണിക്കുന്നത്. അത് ഏകദേശം അല്ലേ ഒത്തിരി പിടിച്ചിട്ടുണ്ട് ചേച്ചി? കുറേ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു. പക്ഷെ കാ പിടിക്കുന്നത് ഇതിന് വളരെ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ 10-12 പിടിച്ചിട്ടുണ്ട്. ആണല്ലേ? ഓറഞ്ചാണ്. ഓറഞ്ച് വെച്ച് കാ പിടിച്ചിട്ടുണ്ട്. കായൊക്കെ ഇഷ്ടംപോലെ കായുണ്ട്. കുംകാറ്റ് എന്ന് പറയും. അതായത് ഒരു ചെറിയ ഓറഞ്ചിൻ്റെ ഒരു വെറൈറ്റിയാണ്. അത് പണ്ട് ചൈനയിൽ നിന്ന് വന്നൊരു സംഭവമാണ്. അതിപ്പോൾ എല്ലാ രാജ്യങ്ങളിലുമായി. എന്നിട്ട് ഇതിൻ്റെ ആ കായ വന്ന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ തിന്നുമ്പോൾ ഒരു പുളി, അവസാനം ഒരു മധുരം. അതെ, ഒരു നെല്ലിക്ക വലിപ്പമുള്ളൂ. അപ്പം ഞാനും ചേച്ചിയും കൂടെ ചേച്ചിയുടെ ഊഞ്ഞാലെ കയറിയിരുന്ന ആട്ടോ. നമ്മളിങ്ങനെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷവും. അതെല്ലാവർക്കും ഇഷ്ടമല്ലേ കൂട്ടുകാരെ വീട്ടിൽ പോകാനും. എനിക്ക് കൂട്ടുകാരുള്ള ജീവിതത്തിൽ ഒരു ഭാഗ്യം കേട്ടോ. ഞാൻ വളരെ അനുഗ്രഹീതയാണ്. എനിക്ക് ചെറുപ്പം മുതൽ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്, ഇപ്പോഴും ഇഷ്ടം പോലെ കൂട്ടുകാർ. ബ്യൂട്ടിഫുൾ സോളാണ് കേട്ടോ, പറഞ്ഞില്ലത് വേണ്ട. എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവാണ്. ജീവിതത്തിനോട് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. വെരി ഹാപ്പി പേഴ്സൺ ആൻഡ് ഐ എം സോ ഗ്ലാഡ് ടു ബി ഹർ ഫ്രണ്ട്. അയ്യോ, എനിക്ക് എൻ്റെ ജീവിതം ധന്യമായി. അപ്പം ഞാനപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഏതായാലും ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അപ്പം ഞാനും ഒരു പാട്ടൊക്കെ പാടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചേച്ചി നമുക്ക് പാടിയല്ലോ എന്നാ? തീർച്ചയായിട്ടും. We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. Love you. Love you all. Bye bye.